തട്ടുപൊളിപ്പൻ സിനിമകൾ മാത്രം ചെയ്തിരുന്ന സാൻഡൽവുഡ് എന്ന കന്നഡ സിനിമാ ലോകത്തെ ആരുടെയും മുൻപിൽ നിവർന്നു നിൽക്കാൻ ഗട്സുള്ള ഒരു സാൻഡൽവുഡ് ആക്കി മാറ്റിയതിൽ ഷെട്ടി ഗ്യാങ്ങിനുള്ള പങ്ക് ചെറുതല്ല. ഈ ഷെട്ടി ഗ്യാങ്ങിലെ പിള്ളേര് ചേർന്നാണ് കന്നഡ സിനിമാ ലോകത്തെ തന്നെ മറ്റൊരു ഗതിയിലേക്ക് ഒഴുകാൻ പഠിപ്പിച്ചത്. ബോളിവുഡ് വിഴുങ്ങാൻ സാധ്യതയുണ്ടായിരുന്ന കന്നഡ ലോകത്തിന് പുതിയൊരു മാറ്റം തന്നെയായിരുന്നു ഷെട്ടി ഗ്യാങ്ങിലെ പിള്ളേർ നടത്തിക്കൊടുത്തത്. ആ ഒരു മാറ്റം വല്ലാത്തൊരു അമ്പരപ്പ് തന്നെയായിരുന്നു നിറച്ചിരുന്നത് എന്ന് പറയുന്നത് മറ്റൊരു സത്യം. ഋഷഭ് ഷെട്ടി അടങ്ങുന്ന ഈ ഒരു ഷെട്ടി ഗ്യാങ് ആണ് പിന്നീട് ഷെട്ടി മാഫിയ എന്ന പേരിൽ പോലും ശ്രദ്ധ നേടിയത്. ഋഷഭ് ഷെട്ടി, രക്ഷിത് ഷെട്ടി എന്നിവരുടെ പേരിലുള്ള ഈ ഷെട്ടി ഗ്യാങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തത് ഒരിക്കൽ ഷെട്ടി മാഫിയ എന്നായിരുന്നു. കർണാടകയിൽ ചിലപ്പോൾ ആളുകൾ തങ്ങളെ ഷെട്ടി മാഫിയ എന്ന് വിളിക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഗ്യാങ് രൂപീകരിക്കാം. പക്ഷെ ആ ഗാങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മുൻപോട്ട് കൊണ്ടുവരുന്നു എന്നതാണ് പ്രധാനം. ഞങ്ങൾ കൂടുതലും സിനിമയാണ് ചുറ്റിപ്പറ്റിയത്. സിനിമയിൽ മനോഹരമായ ചെറിയ ചില രംഗങ്ങൾ ചെയ്യുവാനാണ് ആഗ്രഹിച്ചത്. എല്ലാവരും അറിയുന്ന ഒരു ഷെട്ടി ഗ്യാങ്ങായി മാറുന്നതിനോടൊപ്പം കന്നഡ സിനിമാ ലോകം തന്നെ മാറ്റപ്പെടുക എന്നതായിരുന്നു ഉദ്ദേശം. വെറും തട്ടുപൊളിപ്പൻ കഥകൾ ചെയ്യാതെ അല്ലെങ്കിൽ സ്ഥിരം കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും മാറി ഒരു സിനിമ, അതായിരുന്നു തങ്ങളുടെ ഉദ്ദേശം എന്നായിരുന്നു ഋഷഭ് ഷെട്ടി തന്നെ പറഞ്ഞിരുന്നത്. ഇവരുടെ ഈ ഒരു ഗ്യാങ്ങിലേക്ക് എത്തിയതിനു ശേഷമാണ് ഓരോരുത്തർക്കും ഓരോരോ സ്വപ്നങ്ങളും ഓരോരോ മാറ്റങ്ങളും ഉണ്ടായിരുന്നത്. ഈ 3 പേരും കൂടി ചേർന്നതോടെ കന്നഡയുടെ ചരിത്രം തന്നെ മാറിപ്പോയി എന്ന് പറയുന്നതാണ് സത്യം. ഇവരുടെ ഈ ഷെട്ടി ഗ്യാങ് കന്നഡയിൽ ഉണ്ടാക്കിയത് അത്രയും വലിയൊരു ഓളമായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. ആദ്യം തന്നെ ശ്രദ്ധ നേടുന്നത് കന്നഡ ചിത്രത്തിലെ സൂ എന്ന ചിത്രമായിരുന്നു. JP തുമ്മിനാടായിരുന്നു ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. കർണാടകയിലെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ചിത്രം വലിയ വിജയങ്ങൾ നേടി. പിന്നീടാണ് ഇത് ഡബ്ബ് പതിപ്പുകളായി മറ്റ് ഭാഷകളിലേക്ക് വരുന്നത്. അങ്ങനെ രാജ് ബി ഷെട്ടി പുതിയൊരു മാറ്റം തന്നെ കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് ഈ ഷെട്ടി ഗ്യാങ് ശ്രദ്ധ നേടുന്നത്. രാജ്, ഋഷഭ്, രക്ഷിത് സിനിമാ രംഗത്തെ അതികായന്മാരായ വ്യക്തികളായി ഇവർ മാറി. അങ്ങനെ നിലവിൽ കന്നഡ സിനിമയുടെ മുഖമായി ഇവരെ നോക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. കർണാടകയിലെ ചില ആളുകൾ തങ്ങളെ ചിലപ്പോൾ ഷെട്ടി മാഫിയ എന്ന് വിളിച്ചേക്കാമെന്ന് ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ നമ്മൾ പല മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത് എന്നായിരുന്നു രക്ഷിത് ഷെട്ടി അന്ന് വിശദമാക്കിയിരുന്നത്.